ഇന്ന് നിശബ്ദ പ്രചരണമാണ്. എങ്ങനെയാണ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ അനുഭവപ്പെടുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് ഇതനുസരിച്ചിട്ട് ഇന്ന് നിശബ്ദമായിട്ട് ആളുകളെ സമീപിക്കുക, പറയാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം വിളിക്കാനുള്ള ആളുകൾ വിളിക്കുക, ടെലിഫോണിൽ വിളിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പേ പറയാനുള്ളത് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്, നല്ല കോൺഫിഡൻസിലാണ്. അടിസ്ഥാന കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ. കാരണം വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ അവർ പൂർണ്ണമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ കരിമണൽ കർത്ത 5 ലക്ഷം രൂപ കൊടുത്തു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടോ? പിന്നെ വരുമോ? ഒരു പ്രാവശ്യം നിഷേധിച്ച പിന്നെ എങ്ങനെ വരുന്നു? അമിത്ഷാ വന്നത് 2 മുന്നണികളും കരിമണലിനെ സഹായിക്കുന്നു, ഖനന ലോബിയെ സഹായിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മറുപടി പറഞ്ഞല്ലോ. ഞാൻ കേന്ദ്രം ഭരിക്കുന്ന 10 വർഷമായിട്ട് ആരാ? IRA മറവിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്, ഖനനം നടക്കുന്നത്. IRA ആരാ നിയന്ത്രിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? ഇവിടെ പ്രസംഗിക്കല്ലല്ലോ വേണ്ടത്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതുപോലെ ഇവിടെ ഭരിക്കുന്ന ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് 8 വർഷമായിട്ട്. ഇവർ രണ്ടുപേർക്കും അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. വിജയിച്ചു കഴിഞ്ഞാലേ കേന്ദ്രത്തിൽ ഈ ഖനനം നിർത്തിവെക്കുന്നതിന് വേണ്ടി ഇടപെടലുണ്ടാവും. തീർച്ചയായിട്ടും വിജയിച്ചാലും ഇല്ലേയും വിജയിക്കുന്നുള്ളത് ഉറപ്പാണ്. വിജയിക്കുന്ന പ്രശ്നമല്ല. ഞാൻ MA അല്ലാതിരുന്നപ്പോഴും, ഈ ആലപ്പുഴ MP അല്ലാതിരുന്ന 5 വർഷക്കാലവും ആ കാര്യത്തിൽ എൻ്റെ നിലപാട് സ്ട്രോങ് ആണ്. ഞങ്ങൾ 2003 തുടങ്ങിയ സമരമാണ്. അന്ന് UDF ഗവൺമെന്റ് ഇത് തീരുമാനിച്ചപ്പോൾ ശക്തമായിട്ട് മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള സമരം നടത്തിയാണ് നിർത്തിവെച്ചത്. അത് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ 5 ദിവസക്കാലമായിട്ട്. ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടായിട്ടും പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ രാജ്യം കാണുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന് പറയും, എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടെന്ന് പറയും, പ്രൈം മിനിസ്റ്റർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടപടികൾ വരികയും ചെയ്യുമ്പോൾ പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം, ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം, അതായത് PV അൻവർ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ DNA പരിശോധിക്കണമെന്നാണ് പറയുന്നത്. കാരണം കുടുംബത്തിന്റെ അല്ല എന്ന് പറയുന്നു. അതായത് അപഹാസ്യരായപ്പോൾ ഉരുണ്ട് കളിക്കുന്നതാണ് CPM. രാഷ്ട്രീയ DNA എന്താണ്? എനിക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അദ്ദേഹം ഒരുപാട് ഡിക്ഷണറികൾ നോക്കി പറയുന്ന ആളുകളാണ്. അപ്പം ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ DNA എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്? അൻവറിന്റെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനകത്തൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അതിന്റെ വേർഷൻ ഇത് തന്നെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ സമൂഹത്തിന് മുന്നിലുണ്ട്. ഇത്രയും നികൃഷ്ടമായിട്ടുള്ളൊരു പരാമർശം, ഞാൻ വീണ്ടും പറയുന്നത്, ഒരു രക്തസാക്ഷി, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ആക്ടിവിറ്റി നടത്തുമ്പം അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ വരുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ഏറ്റവും നികൃഷ്ടമായ. മറ്റൊന്ന് സൂറത്തിലെ കാര്യം. സൂറത്തില് ആം ആദ്മി പാർട്ടി ചോദിച്ച സീറ്റായിരുന്നു സൂറത്ത്. പക്ഷെ അത് അവർക്ക് കൊടുക്കാതെ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥി. അല്ല, സൂറത്ത് അത് തെറ്റായതുണ്ട്. സൂറത്ത് ആം ആദ്മി പാർട്ടിയോ ഞങ്ങൾ എടുക്കാൻ നിർബന്ധമായി പറഞ്ഞതാണ്. അവരുടെ മുനിസിപ്പൽ കൌൺസിലർമാരും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവരൊരു കാരണവശാലും എടുക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. സ്വയം അല്ല, അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന്, ഗൗരവമായിട്ട് അന്വേഷിക്കും. ആ സ്ഥാനാർത്ഥി പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അല്ല അതിനകത്ത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പാർട്ടി അന്വേഷിക്കുന്നു. അതായത് ഈ വരുന്ന മണിക്കൂറുകളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വന്നിങ്ങനെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും പറയാമെന്നുള്ളത്. ഒരു അടിയൊഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ആലപ്പുഴയിൽ ഒരു അടിയൊഴുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഏതടിയാ ഒഴുകുണ്ട്? പല രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട് പരസ്പര അടിയിൽ അടക്കമുള്ളത്. നാളെ രാവിലെ 9 മണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ തന്നെ ഈ സ്കൂളിൽ തന്നെ. ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും അടിയൊഴുക്ക് ഇത്തവണ ഉണ്ടാവും? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. അവരുടെ പ്രബുദ്ധത വ്യക്തമാക്കിക്കൊണ്ടുള്ള വോട്ടിംഗ് രീതികളാണ് നാളെ അവലംബിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ആശങ്കപ്പെടാനില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ